അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുപോലത്തെ പ്രസംഗങ്ങളൊന്നും കേൾക്കാതെ പോകരുത്. ഇതൊന്നും കേട്ട് നോക്കി എന്താണ് എ പി ഉസ്താദ്, ആരാണ് എ പി ഉസ്താദ്, എ പി ഉസ്താദിൻ്റെ ശക്തി എന്ത് എന്നുള്ള വിഷയം ആട്ടിരി തങ്ങൾ പാപ്പ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതൊന്ന് കേട്ട് നോക്കി അവിടെ നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. അപ്പം നമുക്കത് മനസ്സിലാവും എന്താണ് എ പി ഉസ്താദ് എന്നുള്ളത്. ഓക്കസ്താദ് ഒരാളോട് സൗദിയിലേക്ക് വിസിറ്റിന് പോയ ഒരാളുടെ കഥ, ആ അനുഭവ കഥയാ പറഞ്ഞ കേട്ടോ. ഇയാള് പോകുമ്പോ ഓക്കസ്താദ് പറഞ്ഞിരുന്നു, നിങ്ങൾ പോയാല് ഇന്ന സ്ഥലത്ത് അബ്ദുല്ലാഹിൽ ഹദ്ദാദിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കാര്യമായ ആലിമുണ്ട്, അയാളെ കൊണ്ട് ഒരു ഇജാസത്ത് വാങ്ങി ദ്വാരിപ്പിച്ചിട്ട് വേണം തിരിച്ചു വരാൻ. ഈ മനുഷ്യൻ 9 മാസം സൗദിയിൽ നടന്നിട്ട് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിരിച്ചു വന്നു. അത് പോരുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് ഇദ്ദേഹം എന്ത് ചെയ്തു, കഅബത്തും കൊന്നിഞ്ഞ് ഉദായന്റെ തവാഫും കഴിഞ്ഞ് നാട്ടിൽ പോരേ ഉള്ളൂ ആവശ്യം. അപ്പൊ അവിടെ അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് ഒരാളെ കണ്ടുമുട്ടി. ഇങ്ങനെ പരിചയം ഓക്കസ്താദ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, 8-9 മാസം സൗദിയിലാ നിന്നിട്ട് അങ്ങനെ ഒരാളെ കാണാൻ കഴിയാത്ത സങ്കടത്തിലാണ് തിരിച്ചു പോണത് എന്ന സങ്കടം പറഞ്ഞു. എനിക്കറിയാം അയാളെ എനിക്കറിയാം. എവിടെയെന്ന് വെച്ചു, 1500 കിലോമീറ്റർ ദൂരം പോകണമെന്ന് പറഞ്ഞു. അന്നാ പോവാറുണ്ട്. പോയി കുറേ ദൂരം യാത്ര ചെയ്ത് മലയിടുക്കുകളിലൂടെ യാത്ര ചെയ്ത് എത്തിപ്പെട്ടത് ഒരു 8-10 വീടുകളുള്ള ഒരു കുഗ്രാമത്തിന്റെ ഉള്ളിലാണ്. വേറൊന്നും അവിടെ ഇല്ല. അവർക്ക് ആവശ്യമായ ചെറിയ പെട്ടിക്കടകളുണ്ട്. പോണ വഴിക്ക് കാറ് എഴുതി അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇനി ഇവിടുന്ന് പോയാൽ 1000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടേ എണ്ണ കിട്ടുകയുള്ളൂ. വണ്ടിന്റെ ഡിക്കിൽ എണ്ണ, കാനുകളിൽ എണ്ണ, കാറിന്റെ ഒക്കെ ഡിക്കിൽ എണ്ണ അടിച്ചു വെച്ചിട്ടാ പോവാ, കാനുകളിൽ എണ്ണ അടിച്ചു വെച്ചിട്ടാ പോവാ ആ സ്ഥലത്തേക്ക്. നജ്റാൻ വിട്ട് കുറെ ദൂരം പോകണം. ദമാമിൽ നിന്ന് റിയാദിൽ നിന്ന് നജ്റാനൊക്കെ കഴിഞ്ഞിട്ട് കുറെ ദൂരം പോകണം. അങ്ങനെ ഈ പണ്ഡിതന്റെ അടുക്കൽ ചെന്നപ്പോ ഇദ്ദേഹം ഇങ്ങനെ കാല് നീട്ടി വളഞ്ഞു കുത്തി നരച്ച് കണ്ണന്റെ പുരികൊക്കെ നരച്ചൊരു വയസ്സൻ ഒരു പണ്ഡിതൻ കട്ടിൽ മേൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കയറി ചെന്നപോലെ 2-3 ആളുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മിന്നൈനാന്തും, നിങ്ങൾ എവിടുന്നാന്ന് ചോദിച്ചു. നഹന മിൻ മലബാർ. പറയേണ്ട താമസം. അതഅരിഫ് അശ്ശൈഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ ചോദിക്കുന്നു, സൗദി അറേബ്യയുടെ ഏതോ ഒരു മൂലയിലെ ഒരു കാട്ടിനുള്ളിൽ ഒരു 8-10 വീടുകളുള്ള ഒരു കുഗ്രാമം മലയിടുക്കുകളിലൂടെ ചെന്നിട്ട് ഞങ്ങൾ മലബാറിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അയാൾ ചോദിച്ചത്, മലബാറിലുള്ള ഷെയ്ഖ് അബൂബക്കറിന് അറിയുമോ? അള്ളാഹു അയാൾക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്നാ മനുഷ്യൻ വേണം. ഈ വിവരം ചെന്ന് പറയുന്ന രംഗത്താ ഞാൻ ഓക്കസ്താദിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നത്. അയാൾ അത് പറയുമ്പോഴാണ് നമ്മൾ കയറി ചെല്ലണത്. അപ്പോ ഓക്കസ്താദ് ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, പഠിച്ചവനെ, ആ മനുഷ്യൻ എത്ര ആള് ദ്വാരക്കാനുണ്ട്. തൊബലല്ലാഹു ദ്വായല്ലേ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ അതൊരു ദ്വായല്ലേ. അങ്ങനെ എത്ര മനുഷ്യന്മാരെ അയാൾക്ക് ദ്വാരക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് കവിൾത്തടത്തിലൂടെ കണ്ണീർ കണങ്ങൾ ഇങ്ങനെ ഒറ്റി വീണു. അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ എത്ര എണ്ണ ദ്വാരക്കണത് എന്നറിയോ? എത്ര എണ്ണാണ് ദ്വാരക്കാൻ. അതൊക്കെ വലിയ സമ്പാദ്യം തന്നെയാണ്. ഈ ആലിമീങ്ങളൊക്കെ വിട്ടിട്ട് അവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് അവരൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് തരീഖത്തിൽ കടന്ന് ദിക്റും ചൊല്ലി പടച്ചോനെടുക്ക രക്ഷപ്പെടാമെന്ന് വിചാരിച്ചെങ്കിൽ അവനെപ്പോലത്തെ വിഡ്ഢി ഈ ലോകത്തില്ല. ഈ ഉലമാവിനൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവലാരും എന്താ ദിക്റ് പഠിക്കാത്തവരാ? ഇവരൊന്നും ദിക്റ് പഠിച്ചിട്ടില്ലേ? ഓല് നമ്മളോട് ദിക്റ് പറഞ്ഞു തരൂലേ? ഇവരൊക്കെ ഇങ്ങനെ സ്റ്റേജുമാലും അല്ലെങ്കിൽ അവരൊക്കെ സമീപിച്ചാൽ ഇത്രയും ചെല്ലിക്കോളി. ഞാൻ പലപ്പോഴും എ പി ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് ദിക്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറേ കാലം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ആവശ്യപ്പെട്ട ദിക്ർ എനിക്ക് തന്നത്. അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ ആണ് ചെല്ലിക്കോന്നും പറഞ്ഞ് വിടലല്ല. ബാപ്പോലിയരോട്, ചാപ്പനങ്ങാട് ബാപ്പോലിയരോട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ബാപ്പോലിയരത്തൊന്നും ദിക്ർ ആണ്ട് ഓടി ചെല്ലുമ്പോഴേക്ക് ദിക്റൊന്നും കിട്ടുമൊന്നുമില്ല, ദിക്ർ പറഞ്ഞു തരൂല്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ദിക്റൊക്കെ പറഞ്ഞു തരാം. കക്കടിപ്പുറത്തിന്റെ അടുത്ത് പോയിട്ട് ഞാനൊരു ദിക്ർ ചോദിച്ചപ്പോ കക്കടിപ്പുറം ഒരുപാട് 1978 ഞാൻ കക്കടിപ്പുറവുമായി ബന്ധപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ ദിക്ർ ബന്ധപ്പെടാൻ തുടങ്ങി കുറെ കാലം ബന്ധപ്പെട്ടൊരു ദിക്ർ ചോദിച്ചിട്ട് തന്നിട്ടില്ല. അവസാനം കക്കടിപ്പുറം പറഞ്ഞത്, അത് എനിക്ക് തരാൻ പറ്റൂല, അത് സാദാത്യങ്ങൾ തരണം, ചാവക്കാട് ബുഖാറി റിബത്തുല്ലാ തങ്ങളെടുത്ത് പോയിക്കോണം, അങ്ങോട്ട് വിടുകയത്. ഇതൊക്കെയാണ് അവരെ സൂക്ഷ്മതയും അവരെ ചിട്ടയും.
എടോ ഇതിലൊക്കെ ഒരു വഴിയുണ്ട്, ഇതിലൊക്കെ ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് തെറ്റിച്ചിട്ട് നമ്മൾ നന്നാകണം എന്നാണ് ചിന്തയെങ്കിൽ ഈ ഉലമാ പറഞ്ഞത്, ഇന്നത്തെ നമ്മുടെ ഉലമാ പറഞ്ഞതനുസരിച്ചാണ് വഴിപ്പെട്ടു കൊടുത്താൽ മതി. അവർ നമ്മളെ ഹിദായത്തിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർ നമ്മുടെ ഹിദായത്തിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഓടുന്നതൊക്കെ. ഈ ഉലമാ ഒക്കെ ഈ കിടന്ന് ഓടുന്നത് എന്തിനാണ്? നമ്മുടെ ഹിദായത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അല്ലാതെ എന്താ അവർക്ക് ഈ ഓട്ടത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം? അപ്പൊ നമ്മുടെ ഉലമാക്കന്മാർ, നമ്മുടെ സമസ്തയുടെ ഉലമാക്കന്മാർ പറഞ്ഞു കേട്ടതനുസരിച്ചിട്ട് അതങ്ങോട്ട് വഴിപ്പെടുത്തി കൊടുത്താൽ, അവര് പറയുന്ന ആ റൂട്ടിലൂടെ തന്നെ നമ്മളങ്ങോട്ട് നീങ്ങിക്കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അത് മതി നമ്മുടെ വിജയത്തിന്. സംശയമില്ല. അവർ 24 മണിക്കൂറും ക്ഷീണമില്ലാതെ, ക്ഷീണം വകവെക്കാതെ പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തെ സമുദ്ധരിച്ച് ഹക്കായ പാതയിൽ നിലനിർത്തി അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗാവകാശികളാക്കാൻ, അല്ലാതെ ഭൗതികമായ ഒരു താല്പര്യത്തിനോ നമ്മളെ ഭൗതികമായി ഉയർത്താനോ നമ്മളെ ആഖിറം നഷ്ടപ്പെടുത്താനോ അല്ലല്ലോ. ഭൗതികമായും നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പ്രധാനമായും നമ്മുടെ ആഖിറം തന്നെയാണ് നമ്മുടെ ഉലമാഇന്റെ ലക്ഷ്യം. അത് വിട്ടിട്ട് പിന്നെ ഒരു പാർട്ടിയിൽ നമ്മൾ പോകേണ്ട ആവശ്യം നമുക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞാൻ. എന്റെ ഉറച്ച വിശ്വാസം അതാണ്. അതുകൊണ്ട് തന്നെ ഒരു തരീഖത്തിലും പോയി ചേരാൻ ഇന്ന് ആഗ്രഹിക്കുന്നുമില്ല. നമ്മളെ ഉലമാഇനെ കുറ്റം പറഞ്ഞിട്ട് ഒരു തരീഖത്തിലും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മൾ നന്നാവൂല, ബടക്കാകാനേ കാരണമാവുള്ളൂ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയത്തിന്റെ കൂടെ അത്യാവശ്യമായൊരു വാക്ക് ഇന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ദിക്ർ ചെല്ലണം. ഈ കാട്ടുകള്ളന്മാരെ തരീഖത്ത് കൂടി അങ്ങനെ മഹാന്മാരെയും പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും കുറ്റം പറയാൻ വേണ്ടി മാത്രം പോകുന്ന അങ്ങനത്തെ ടീമിൻ്റെ ഒരിക്കലും കൂടരുത്. ഈ നൗഷാദൊക്കെ കണ്ടില്ല നിങ്ങൾ? എന്താ നൗഷാദൊക്കെ, എന്താണോ എൻ്റെ കാട്ടിക്കൂട്ടൽ? പേരോട് ഉസ്താദ് ഇന്നലെ പറഞ്ഞൊരു വിഷയത്തെ, ആ വിഷയത്തെ അവൻ വേറെ രൂപത്തിൽ ഗണ്ണിക്കുക. എന്ത് സുന്നത്യമായത്ത അവൻ്റെ അടുത്തുണ്ട് റബ്ബുൽ ആലമീനായ തമ്പുരാനെ? പേരോട് ഉസ്താദ് പറഞ്ഞ ആ വിഷയം ഒന്ന് കേട്ടോ. അതേ സുഹൃത്തുക്കളെ, ഞാൻ ഈ സംഭവം പറഞ്ഞത് അല്ലാഹു തആല മഹാന്മാർക്ക് കൊടുക്കുന്ന അറിവ്, മഹാന്മാർക്ക് കൊടുക്കുന്ന സ്ഥാനം, അതൊക്കെ വളരെ വലുതാണ്. ഇത് കേട്ടത് കൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ച് പോകരുത്. മൂസാ നബിയേക്കാൾ ബഹുമാനവും വിവരവും ഖിദ്ർ അലൈഹിസ്സലാമിനാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ച് പോകരുത്. ഖിദ്ർ നബി അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ വിവരമുള്ള മഹാനാണ് മൂസാ നബി അലൈഹിസ്സലാം. എത്രയോ സ്ഥാനമുള്ള ആളാണ് മൂസാ നബി അലൈഹിസ്സലാം. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇവിടെ അല്ലാഹു തആല പ്രത്യേകമായ ചില വിവരം ഖിദ്ർ അലൈഹിസ്സലാമിന് കൊടുത്തിട്ടുണ്ട്. അത് മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു സംഗതിയായിരുന്നു. അല്ലാതെ മൂസാ നബിയുടെ ബഹുമാനം ഖിദ്ർ അലൈഹിസ്സലാമിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. കാരണം അംബിയ മുർസലീകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ആളുകളാണ്. അതിലൊന്നാണ് നബിയുല്ലാഹി നൂഹ്, നബിയുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി മൂസാ, നബിയുല്ലാഹി ഈസാ, ഹബീബുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ 5 ആളുകളെക്കാൾ ബഹുമാനമുള്ള ഒരു റസൂലിനെയും അല്ലാഹു പഠിച്ചിട്ടില്ല. നമ്മളെ അഖീദ റെഡിയായിരിക്കണം. അഖീദ, നമ്മളെ വിശ്വാസം പേച്ചുവാൻ പാടില്ല. ആളുകൾ മുലാമാരും പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ശരിക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം, അല്ലാതെ പറയാൻ പാടില്ല. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ വരുമ്പോ ഒരു ക്ലിപ്പ് കേട്ടു. അതിലൊരു മൊയ്ലിയാര് പറയുന്നുണ്ട്, എന്ത് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ജിസ്ൽ അജ്മീരി ഒന്നല്ല, ശൈഖുനയാണ്. അയാള് ശൈഖുനാന്ന് എന്നോട് ഉദ്ദേശിക്കുന്നത് CM വലിയുള്ളയാണ്. CM വലിയ വലിയ മഹാനാണ്. പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല. ഒരു മഹാനെ ഇഴയത്തിയിട്ട് വേറൊരു മഹാനെ പുകഴ്ത്താൻ പാടില്ല. അത് പാടില്ല. ഷിയാക്കളെ പരിപാടിയാണ്. സിദ്ദീഖുൽ അക്ബറിനെ ഇഴയത്ത, ഉമർ ഖത്താബിനെ ഇഴയത്ത, അലി ഇബ്നു അബീ താലിബിനെ പൊക്കുക. അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. അദബ് വേണം. ഏത് വിഷയം പറയും. സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിയാർ പ്രസംഗിച്ച ഒരു ക്ലിപ്പ് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് മക്ക ഫതഹാക്കി. CM വലിയുള്ള ലോകം ഒട്ടാകെ ഫതഹാക്കു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ മേൽ അദബ് കേടാ. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. CM വലിയ മഹാനാണ്. നമ്മളെ മഹാനവറുകളെ ബഹുമാനം പറയണം. പക്ഷേ മറ്റൊരാളെ ഇകഴ്ത്തിയിട്ട് പറയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ട് എല്ലാവരും നല്ല സംഭാവന. ഈ
വിഷയം പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്ഥാനവും ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്ഥാനവും വിശദീകരിച്ചു കൊടുത്ത് ഈ നൗഷാദ് നേരെ അത് ഉൾട്ടായിട്ട് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് മറിച്ചു. അതൊന്ന് ചിന്തിച്ചു നോക്കാണ്. അതാണ് നൗഷാദിൻ്റെ പ്രസംഗം എന്ന് കേട്ടു നോക്കി. ഇവനൊക്കെ ചിരട്ടാന്ന് പറഞ്ഞാൽ മതി. നൗഷാദിനെ കരിഞ്ചട്ടല്ലോ അവനൊക്കെ ഇസ്ലാമിനെ ഇക്കാലത്തിൽ വികൃതമാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്രയും നീചവും നികൃഷ്ടവുമായ ഒരു ജീവി അള്ളാൻ്റെ ഉലകത്തിലുണ്ടെങ്കിൽ ഓൻ്റെ പേരാണ് നൗഷാദ് എന്നുള്ളത്. ഇപ്പൊ പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമും ഖിളിർ അലൈഹിസ്സലാമും തമ്മിലുള്ള സംഭവം പറഞ്ഞിട്ട് ഇയാൾ പറയാണ് മൂസാ നബി അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ താഴ്ന്ന ആളാണ് ഖിളിർ അലൈഹിസ്സലാമെന്ന്. ഏറ്റവും ഉയരത്തിലുള്ള ആളാണ് മൂസാ നബി എന്നാണ്. ഓൻ്റെ നൗഷാദേ, എൻ്റെ ഒരു കോള് ചിന്തിച്ചു നോക്കാച്ച്. എന്താ എൻ്റെ അവസ്ഥ? ഇത്തരം ഒരു തരം താഴ്ന്നൊരു ടീമും വർഗമായി മാറിയല്ലോ ജനാച്ച. എത്രമാത്രം എന്തെല്ലാം രൂപത്തിൽ പ്രസംഗിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്നിട്ടാണല്ലോ ചിക്കാലത്തിലേക്ക്